അയ്യോ നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചിലപ്പം ഏതെങ്കിലും വീട്ടിലൊക്കെ ഗസ്റ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ പാത്രമൊക്കെ എടുത്ത് വെക്കാൻ തരുമ്പോൾ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാറില്ലേ? ഇതെങ്ങനെയാ ശരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ബേസിക്കലി യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് എന്നുള്ളൊരു ഫ്രേസ്. ഓക്കെ, അത് നോട്ട് നെസസറി, ഇത് ആവശ്യമില്ല എന്നുള്ള മീനിങ് ആണ്. യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്, നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് വെച്ച് കുറച്ച് സെന്റൻസസ് ഞാൻ ഇന്ന് ആയിഷയോട് ചോദിക്കാൻ പോവാണ്. ആളിവിടെ ഇല്ലായിരുന്നു, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം പറയാൻ പറ്റുമെന്ന്. ഓക്കെ, നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ പറഞ്ഞ ഫ്രേസ് ഏതാന്ന് കേട്ടായിരുന്നോ നേരത്തെ? ചെയ്യേണ്ട ആവശ്യമില്ല അല്ല, ഇംഗ്ലീഷ് ഫ്രേസ് ഏതാന്ന് കേട്ടോ? യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. ഓക്കെ, ആളെ എവിടെയാണ്. ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ്. അപ്പൊ ഡോണ്ട് ഹാവ് ടു എന്നുള്ളൊരു ഫ്രേസ് വരണം. അത് വെച്ചുകൊണ്ട് ഈ സെന്റൻസ് പറ. നീ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ്. കറക്റ്റ്. അവൾ ഇന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. യു ഡോണ്ട് ഹാവ് ടു വർക്ക്. അവള് ഷീ ഡോണ്ട് ഹാവ് ടു വർക്ക്. She doesn't want to work. She doesn't have to work. Okay, she doesn't have to work today. അവൾ ഇന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. We don't have to buy anything. Exactly. Okay, അവർക്ക് നേരത്തെ വരേണ്ട ആവശ്യമില്ല. They don't have to come early. Excellent. Okay, അങ്ങനെയാണെങ്കിൽ അവന് ക്ഷമ ചോദിക്കേണ്ട ആവശ്യമില്ല. We don't want to apologize. He doesn't have to. Okay, he doesn't have to. അത് ഒരു അബദ്ധം പറ്റിയാണ്. സിംഗുലർ വരുന്ന സമയത്ത് ഡസിന്റും പ്ലൂറൽ വരുന്ന സമയത്ത് ഡോണ്ടും ആണ് കേട്ടോ. ഡു എല്ലാം അറിഞ്ഞുകൊണ്ട് തിരിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം.